കടയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ടിയുടെ അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ഫ്രൂട്ടി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റിയാൽ എന്താ അല്ലേ? വെറുതെ നമ്മൾ കെമിക്കലുകളൊക്കെ അടങ്ങിയതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. അപ്പം ഞാൻ ഇന്നൊരു കുക്കറും കുറച്ച് മാമ്പഴവും കൂടി ഉപയോഗിച്ചിട്ട് അതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. അവസാനം കിട്ടുന്ന റിസൾട്ട് നിങ്ങളെ അതിശയിപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷാസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാംഗോ ഫ്രൂട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പഴുത്ത മാമ്പഴം തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ 4 മാമ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുള്ള മാമ്പഴമാണ്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മാമ്പഴം നന്നായിട്ട് കഴുകി ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. നമ്മൾ ഈ ഉണ്ടാക്കുന്ന മാമ്പഴത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ മാമ്പഴത്തിൻ്റെ തൊലി നമുക്കൊന്ന് നന്നായിട്ട് ചെത്തിയെടുക്കാം. തൊലി ഇതുപോലെ ചെത്തിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ഒന്നും ആക്കണ്ട. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതി. നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ചെറുതാക്കണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മാമ്പഴം എല്ലാം ഒന്ന് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സാധാരണ ഏത് മാമ്പഴമാണ് ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്? കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഇപ്പം ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ മാമ്പഴം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ 2 ഗ്രാമ്പുവും ചെറിയൊരു കഷ്ണം പട്ടയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് വിസിൽ അടുപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഒറ്റ ഒരു വിസിൽ അടിച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പം ഈ കുക്കറിൽ ഇരുന്നാൽ പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടത്തില്ല. അപ്പം നമുക്കിത് വേഗം അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വെക്കുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് കുക്കറിൽ ഇരിക്കുന്നതിനേക്കാളും സ്പീഡിൽ തന്നെ ഇത് തണുത്ത് കിട്ടും കേട്ടോ. ഇനി തണുത്തതിന് ശേഷം ഞാനിത് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് ഞാനൊരു 3 സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മളിത് ഒന്ന് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോക്കി വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം കൂടി ലൂസായിട്ട് പോകരുത്. അപ്പം ഞാനിത് അടിച്ചെടുത്തുകൊണ്ട് വന്നപ്പം ഈ ഒരു തിക്നെസ്സോട് കൂടിയാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം വെള്ളം ഒഴിക്കുമ്പം പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. തിളപ്പിച്ച ആറിയ വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത്. നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും കേടായി പോകുന്നൊരു പേടിയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാംഗോ ഫ്രൂട്ടി അല്ലെങ്കിൽ മാംഗോ സ്ലൈസ് ഉണ്ടാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്രയും നമുക്ക് തൃപ്തിയോടുകൂടി നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി മാമ്പഴം കിട്ടുമ്പം നിങ്ങൾ വെറുതെ അത് വേസ്റ്റ് ചെയ്ത് കളയാതെ കണ്ട് ഈ ഒരു രീതിക്ക് നിങ്ങൾ ഫ്രൂട്ടി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ കെമിക്കലുകൾ അടങ്ങാത്ത നല്ല നാച്ചുറലായിട്ടുള്ള ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അത് മറന്നു പോകരുത്. അരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ബോട്ടിലുകളിൽ ആക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമേ. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെ എളുപ്പത്തിലുള്ള റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.